പക്ഷെ ഞാൻ ആക്ച്വലി പ്ലസ് ടു പഠിക്കുന്ന പ്രായത്തിലുള്ള ആളായിട്ടല്ല സിനിമ. തോറ്റ് അതേപോലെ പല സ്കൂളുകളിൽ തോറ്റ് പോകല്ലോ. ടി സി കൊടുക്കുമ്പോൾ ആ വർഷം പോയി. ഞാൻ ഈ പറഞ്ഞ 300 പേരുണ്ടായിട്ട് കൂട്ടത്തിൽ കയറി നമ്മുടെ നാടകത്തില് ഈ ക്ലാസിക് ഇതാണ്, സാംസ്കൃത് തിയേറ്ററാണ്. നാടകക്കളരി പോയാലും പറഞ്ഞു. അല്ല, അത് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും പ്രൊഡ്യൂസറിനെ ഡയറക്ടറിനെ ഇടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്ത് ചോദ്യമാണ്? നല്ല രസമല്ലേ ആർക്ക്? പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരൊക്കെ നമ്മളൊക്കെ തുടങ്ങിയതുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു. ചെറുതായിട്ടെങ്കിലും ഒരു ഇടി കൊടുക്കാൻ മഞ്ഞ ഷർട്ടിട്ടുകാരന് കൊടുത്തു മതി. ഇനി നമുക്ക് നീല ഷർട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 300 പേര് അടിക്കൂലേ. ഞാൻ നോക്കുമ്പോ വൈറ്റ് ഷോട്ടിലേക്ക് പെട്ടെന്ന് ഒരുത്തിന് ഓടിപ്പോയിട്ട് ആ കൂട്ടത്തിൽ 2 ലക്ഷം ഓടി ഇവിടെ വരും. അവർക്ക് നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചെന്നൊക്കെ. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇടിയൻ ചന്തു എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അതിന് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട വിഷ്ണു ചേട്ടൻ, ഡയറക്ടർ ശ്രീജിതരൻ ആൻഡ് ബി ചേട്ടൻ. വെൽക്കം ടു ഷോ. താങ്ക് യു. 3 പേര് നല്ല ഭയങ്കര ക്ഷീണമുണ്ടെന്ന് അറിയാം, എന്നാലും നമുക്ക് കുറച്ചു നേരം നല്ല ഹാപ്പി ആയിട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യം വിഷ്ണു ചേട്ടനെയും തുടങ്ങാം. ഇടിയൻ ചന്തു എന്നാ സംഭവം? ഫുൾ ഇടിയാണോ ഈ പടം മുഴുവൻ? ഫുൾ ഇടി ഉണ്ട്, എന്നാൽ ഫുൾ ഇടി മാത്രമല്ല, ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. ഇടിക്ക് വളരെ പ്രാധാന്യമുള്ള സിനിമയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പീറ്റർ റെയിൻ പോലെ അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് മാസ്റ്ററിനെ കൊണ്ടുവന്നേ. ഈ ചന്തു എന്ന് പറയുന്നത് വിഷ്ണു ചേട്ടൻ തന്നെയാണോ അതോ വിഷ്ണു? ഞാൻ തന്നെയാണ്. ആണല്ലേ. ഫുൾ തുടക്കുന്ന ഒരു പോസ്റ്റേഴ്സിൽ നോക്കുമ്പോൾ ചോരയൊക്കെ ഒലിച്ച് അങ്ങനെയാണല്ലേ? ഫുള്ള് അടങ്ങിയിരിക്കത്തില്ല, ഫുള്ള് അടിയൊക്കെയാ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇടിയൻ ചന്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇടി മേടിച്ചു കൂട്ടുന്ന ചന്തു ആണോ? അതെ, ഇടി കൊടുക്കുന്നത്. പക്ഷെ പോസ്റ്റേഴ്സിൽ കാണുമ്പോൾ ഇടി കൊടുക്കുന്ന ചന്തു തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ടീസറിലും തിരിച്ചടിക്കുന്നതും കാണുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് അറിയാന്നല്ലേ? ഓക്കെ, ഇനിയിപ്പം ബിച്ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ബിച്ചേട്ടന്റെ ക്യാരക്ടർ എന്താണെന്ന്? എൻ്റെ സഹോദരിയുടെ മകനാണ്. സഹോദരിയായിട്ട് ലെന, വിഷ്ണു, പിന്നെ സ്മിനു ഒക്കെയാണ് വൈഫായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ ചെറിയ നല്ല ഗുണങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഗുണം. ആ നല്ല ഗുണത്തിൽ പെടുന്നതാണ് ഈ അടി. അടി കറക്റ്റ്. നല്ല ആൾക്കാരാണ്. ഓക്കെ, അപ്പം ത്രൂ ഔട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഈ മൂവിയിൽ ഉണ്ടല്ലേ? ത്രൂ ഔട്ട് ഇല്ല, വീട് ഫാമിലി വരുമ്പോഴാണ് ഞങ്ങളെ പോർഷൻ. പുള്ളിക്കാരൻ പഠിക്കാൻ വിട്ടല്ലോ, പ്ലസ് 2 വിട്ടല്ലോ, അവിടെ കിടന്നുള്ള അടിയാ. പ്ലസ് 2 ഓക്കെ. ശ്രീജിതരൻ മൂവിയുടെ ഡയറക്ടർ. ഇപ്പൊ ശ്രീജിതരന്റെ മൂവീസ് എടുക്കുകയാണെങ്കിൽ കുട്ടനാട് മാർപ്പാപ്പ ഉൾപ്പെടെ പല മൂവീസ് എടുക്കുമ്പോൾ ഒരു ഫൈറ്റ് ഭയങ്കര കുറവാണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ പക്ക ഒരു ഫൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണോ ഇത്? ഫൈറ്റിന് പ്രാധാന്യമുള്ള മൂവിയാണ്. ഫൈറ്റ് മാത്രമുള്ള പടമല്ല, എല്ലാണ്ട് നമ്മള് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു മറ്റേ തെലുങ്കുടത്തിലെ ഫൈറ്റ് ആഗ്രഹിച്ചില്ല. ഇത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ തല്ല്, നമ്മൾ ഈ തല്ല് കണ്ടിട്ടുണ്ട്, അതാണ് നാടൻ തല്ല്. അതെ, പീറ്റർ ഹെയിൻ ചെയ്ത നല്ല നാടൻ തല്ല് അതാണ്. കാരണം പീറ്റർ ഹെയിൻ നമ്മൾ കണ്ടിട്ടുള്ള പുലിമുരുകനകത്തുള്ള തല്ല്, ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു തല്ലാണോ വിഷ്ണു ചേട്ടൻ ഇത് കൊടുക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അല്ല, അതില് ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ട് സിനിമാറ്റിക് ആയിട്ടുള്ള ഇതാണ് നമ്മൾ പുലിമുരുകനിൽ കണ്ടിട്ടുള്ളത്, ബാഹുബലിയിൽ കണ്ടിട്ടുള്ളത്, ഇപ്പൊ മഗധീര, അങ്ങനത്തെയൊക്കെ ഇതൊക്കെയാണ് നമ്മൾ പുള്ളിയുടെ നിന്ന് കണ്ടിട്ടുള്ളത്. അന്യൻ തുടങ്ങി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് പുള്ളി കൺസീവ് ചെയ്തിരിക്കുന്ന രീതിയെ വേറെയാണ്. ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കും അത് ഭയങ്കര പുതുമയായിട്ട് തോന്നി. ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതും മാസ്റ്റർ കൺസീവ് ചെയ്തിരിക്കുന്ന രീതി വെച്ചിട്ട് തന്നെയാണ്. അപ്പം അതിന് പുതിയ ഒരു അറ്റംപ്റ്റാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കത് നമ്മുടെ പടത്തിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ഡയറക്ടറിനോട് കാണിച്ചോട്ടെ, എന്തുകൊണ്ടാണ് വിഷ്ണു ചേട്ടനെ നായകനായിട്ട് ഈ മൂവി ചെയ്യാന്ന് വിചാരിച്ചത്? ഒന്ന് സൗഹൃദം, 2 ഈ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പേഴ്സണലി നമുക്ക് ഇങ്ങനെ അറിയാം. വിഷ്ണുവായിട്ടുള്ള ഒരു ഇതിൻ്റെ പുറത്ത് ഇമോഷൻ നല്ല രീതിയിൽ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ പല സിനിമകളും തിയേറ്ററിൽ കാണുമ്പോൾ സുഹൃത്തിനെ വിട്ടിട്ട് ആ ക്യാരക്ടറിനെ നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കിട്ടാറുണ്ട്.
അപ്പോൾ ഈ ചന്തു ഒരു ട്രോമ ക്യാരി ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും കംഫർട്ട് സോണല്ലേ നമ്മൾ ആദ്യം പോയി പറയുള്ളൂ. പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്, പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന. പിന്നെ അതാണ് മെയിൻ എലമെന്റ്. പിന്നെ വിഷ്ണു സ്ഥിരം ചെയ്യുന്ന എന്താ പറയാ ഫാമിലി പരിപാടികളുടെ ഒരു ഏരിയ കിടന്ന് കറങ്ങുന്ന വിഷ്ണുവിനെ കുറച്ചും കൂടി ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വേറൊരു പരിപാടിയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പോസ്റ്റേഴ്സ് കാണുമ്പോഴേ അല്ലെങ്കിൽ ടീസർ കാണുമ്പോഴേ ഭയങ്കര യങ് ആണ്. എങ്ങനെ ഈ ചെറുപ്പം എപ്പോഴും നിലനിർത്തുന്നേ? ചെറുപ്പമാണല്ലോ. എന്നാൽ ഇങ്ങനെ നോക്കുന്നത് ആ നോക്കുന്നത് രണ്ടാളാണ്. ഒരു വേറൊരു പടത്തിന് വേണ്ടി പ്രായം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓ എങ്ങനെ? എന്നാലും നമുക്ക് ദിവസം പോകുന്നതിനനുസരിച്ച് സ്കിന്നിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുമല്ലോ. അത് വരാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നേ? അത് ലഹരി പദാർത്ഥങ്ങളൊന്നും ഇരുന്നാ മതിയോ? കാരണം ഇപ്പൊ തന്നെ ഇവിടെ പലരും പറയുന്നുണ്ട് ഞാൻ മിഷൻ താടിയൊക്കെ എടുക്കുക, വിഷ്ണുവിനെ പോലെ ആവാൻ, ഒന്ന് യങ് ആവാൻ എന്ന് പറയുന്നുണ്ട് ഇവിടെ പലരും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ആ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് അല്ല ഈ സിനിമയിലല്ല, കട്ടപ്പന ഹൃത്തിക് റോഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും സ്കൂൾ ക്യാരക്ടേഴ്സ് വരുമ്പോ കറക്റ്റ് വിഷ്ണു പക്ക ആക്റ്റാ. ഞങ്ങളതിന് ലോജിക്കലാക്കാനുള്ള ഇത് കഥാപരമായിട്ടൊക്കെ ഉണ്ട്. കാരണം ഒരു +2 സ്കൂളിൽ നടക്കുന്ന സംഭവമാണ്. പക്ഷെ ഞാൻ ആക്ച്വലി +2 പഠിക്കുന്ന പ്രായത്തിലുള്ള ആളായിട്ടല്ല സിനിമയിൽ. തോറ്റ് അതേപോലെ പല സ്കൂളുകളിൽ നിന്ന് തോറ്റു പോകല്ലോ. ടി കൊടുക്കുമ്പോ ആ വർഷം പോയി. അങ്ങനെയല്ലല്ലോ, പഠിക്കാണ്ട് തോറ്റുപോയല്ല, നല്ല നന്നായി പഠിക്കുന്ന പയ്യനാ. എന്റെ കഥാപാത്രം നന്നായിട്ട് പഠിക്കുന്ന ആളാ. കയ്യിലിരിപ്പുണ്ട്. ടി എന്താ പറയാ, സ്കൂള് തുടങ്ങി ഒരു 3 മാസം കഴിയുമ്പോഴേക്കും മാളിയിൽ ടി സി കിട്ടും. 3 പറഞ്ഞിട്ട് വരും. അപ്പൊ പിന്നെ ആ വർഷം പോവുമല്ലോ. അപ്പൊ അങ്ങനെ 22 വയസ്സായിട്ടും +2 പാസ്സായിട്ടില്ല. 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ നിന്ന് എഴുതാൻ പറ്റൂല എക്സാം. പിന്നെ നമ്മള് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ലാസ്റ്റ് ചാൻസിൽ ഉള്ള സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് മൂവി അല്ലെ. അമ്മാവൻ നല്ല പണി കൊടുക്കുന്നുണ്ട്. പാവം +2 ഒന്ന് ജയിച്ചോട്ടെ അമ്മാവനും കൂടെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യണ്ടേ. ഈ സിനിമയില് ചന്തുവിന് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രം അമ്മാവനോ? സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അമ്മാവൻ ചന്തുവിനെ കാണുന്നത് പഴയ ഞാൻ, അതാണ് ഇവരുടെ ഒരു കെമിസ്ട്രി. അപ്പം സിനിമ കണ്ടു തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അമ്മാവനാണ്. സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് അല്ല സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. എന്തിലാ സപ്പോർട്ട് ചെയ്യുന്നത്? പഠിത്തത്തിലല്ലെന്ന് മനസ്സിലായി. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കൊരു വിഷമം വരാതെ പ്രൊട്ടക്ട് ആവശ്യമില്ല, പുള്ളി കെയർ ചെയ്യുന്ന ഒരാള്. സാഹചര്യമൊക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ എത്ര സാഹചര്യത്തിലാണ് വന്നപ്പെട്ടത് നമുക്കുണ്ടാവും. ഇപ്പൊ എന്റെ ലൈഫിൽ ഇതുപോലെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മള് ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോ വീട്ടുകാരെല്ലാവരും നമ്മളെ കുറ്റം പറയുമ്പോ എപ്പോഴും ഒരു അമ്മ വരും, അത് വേണ്ട വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കുറെ എലമെന്റ്സ്. അമ്മാവൻ പ്രശ്നം വിട്ടേക്കെന്ന് പറയില്ല, പോയി പിടിച്ചോണ്ട് പോവാന്ന് പറയും. ഓക്കെ, ഇനി വിളിച്ചോണ്ട് ചോദിക്കുകയാണെങ്കിൽ നീലിമയ്ക്ക് സുഖമാണോ? നീലിമ സുഖാണ്. കാരണം ഇപ്പം ഉപ്പും മുളകും അത്യാവശ്യം എല്ലാരും കാണുന്ന ഒരു വലിയൊരു സീരിയൽ എന്ന് തന്നെ പറയാം. തുടർക്കഥകളല്ലല്ലോ, പല എപ്പിസോഡ് വെച്ചിട്ട്. അപ്പം അത് ഒരു എന്നാലും ഒരു ടിവിയിൽ വരുന്ന ഒരു മിനി സ്ക്രീനിൽ വരുന്ന ഒരു പ്രോഗ്രാം അതിൽ നിന്ന് ബിഗ് സ്ക്രീനിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ മിനി സ്ക്രീനും ബിഗ് സ്ക്രീനും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്? ആദ്യകാലങ്ങളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അപ്പോഴൊക്കെയാണ് ഈ സൈറാബാനുവും കുട്ടമ്പള്ളി ശിവരാത്രിയൊക്കെ അന്ന് ചെയ്തത്. അത് ഓടി ചെയ്യുന്ന ഇതായിരുന്നു. ദിവസവും ഷൂട്ടായിരുന്നു. മാസത്തിൽ 25 ദിവസം അവിടെ ഷൂട്ടായിരുന്നു. പിന്നെ ഒരു 5 ദിവസം ആക്കിയത്, ആദ്യം 6 ദിവസമായിരുന്നു. പിന്നെ ഇപ്പം 9 വർഷമായെന്ന് ഓർക്കണം. 9 വർഷമായി. ഇപ്പൊ നമുക്ക് സിനിമ വരുമ്പോ ഞാനിപ്പോ 3rd സീസണില് ചോദിക്കുമല്ലോ ഇങ്ങനെ വരണം അഭിനയിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇത്തരം ചെറിയ കണ്ടീഷൻസ് എന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സഹായമാണ്.
അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. കാരണം നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയും. എപ്പോഴും അവൻ ആ വീട്ടിൻ്റെ അകത്താണ്, പൂളവിൻ്റെ അകത്താണെന്നൊരു പരാതി. അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ ശ്രീജിത്തിന് ഭയങ്കര, ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞ ശ്രീജിത്തിനെയാണ്. ആ ഫസ്റ്റ് സീസൺ 2 നിർത്തിയപ്പോൾ ശ്രീജിത്ത് ഇങ്ങനെ സംഭവം രക്ഷപ്പെട്ടു. സിനിമയിൽ ഡേറ്റ് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ സിനിമയിൽ എനിക്ക് നല്ല ഡേറ്റാ ചെയ്യാൻ പറ്റി. അടുത്തായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഒരുപാട്. അല്ലടോ, ഈ ബിജു ചേട്ടന്റെ ഒരു നാടക പാരമ്പര്യവും, ഞങ്ങള് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ചേട്ടൻ ഒരു ചെറിയ ഷോൾഡർ പെയിൻ വന്നപ്പോൾ കൂടുതൽ അടുത്തറിഞ്ഞത്. ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തൊക്കെ മണിക്കൂറുകളോളം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബിജു ചേട്ടൻ പറയുന്ന പഴയകാല കഥകളിലൊക്കെ നമ്മള് വേണുചേട്ടന്റെ കാര്യമാണെങ്കിലും, നെടുമുടി വേണുചേട്ടന്റെ കാര്യമാണെങ്കിലും, കാവാലൻ സാറിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ആ കഥയൊക്കെ കേൾക്കുമ്പോഴേ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സിനിമ ഇപ്പൊ യൂസ് ചെയ്യാണ്ട് ഇരിക്കും, സിനിമ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത് ഡേറ്റ് അവൈലബിലിറ്റി കാരണം. അപ്പം പുള്ളിയുടെ ഉള്ളില് കളരിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പോയി ഫൈറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ പ്ലേയിൽ ഞങ്ങൾ കൺസീവ് ചെയ്ത 99% ആൾക്കാരെയും നമുക്ക് ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. വിജയനൊക്കെ ആദ്യം വിഷ്ണുനോട് കഥ പറയുമ്പോൾ വിജയനാണ് ക്യാരക്ടറാണ്, വിജയനാണ് ക്യാരക്ടറാണ്, സ്മിതു ചേച്ചിയാണ് ആ ക്യാരക്ടർ. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഓപ്പണായിട്ട് പറയുന്നു വിജയേട്ടൻ അത് ചെയ്ത. പക്ഷെ അല്ല, എനിക്ക് ഉണ്ടായിരുന്ന സാധനം വെച്ചാൽ വിഷ്ണുവിന്റെ ഒരു, ഇവര് രണ്ടുപേരും കൂടി നിൽക്കുമ്പോ ഫിഗർ വൈസ് ഒരിക്കലും ഇതിലെ കുറച്ച് സീക്വൻസുകൾ ചെയ്യുന്ന ഒരാളായിട്ട് തോന്നരുത്. നമ്മള് സിനിമയിലേക്ക് വരുമ്പോ അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പം ഇതിന്റെ ബിജുചേട്ടനാണ് ആ ക്യാരക്ടർ നമ്മൾ കൺസീവ് ചെയ്തത്. അപ്പം ബിജുചേട്ടൻ ഈ ഓരോ കളരിയെ പറ്റി ഞങ്ങളപ്പോ ഡിസ്കസ് ചെയ്യുമ്പോൾ ബിജുചേട്ടന്റെ ഓരോ കഥകൾ കേൾക്കുന്നു, വിജയന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചേട്ടാ എന്തിനും വേണ്ടി നാടകമൊക്കെ മിസ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്ക് ഒരു വിഷമമുണ്ട്. ഈ ഷട്ടിലടിയാണല്ലോ, ഈ എന്താ പറയാ, ട്രിവാൻഡ്രത്ത് വീട്, ഇവിടെ ഷൂട്ട്, സിനിമ, അത് ഇത്. ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്തിട്ട് സിനിമ എന്തോരം ചെയ്യാം. നമ്മളെ സ്ക്രീനില് നിസ്സാര കാര്യമല്ല, ഒരു 9 വർഷമൊക്കെ ഓഡിയൻസിനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. ഒട്ടും മടുപ്പില്ലാണ്ടല്ലോ ഇപ്പോഴും നോക്കുമ്പോൾ ആൾക്കാർ കാണുന്നത്. അപ്പൊ അതിൽ അങ്ങനെ ഒരാള് മലയാള സിനിമക്ക് ഇപ്പൊ അനിവാര്യമാണ്, സിനിമയിലേക്ക് കൂടുതൽ രജിസ്റ്റർ ആയിട്ടുള്ള അങ്ങനെ ഒരു ബിജുചേട്ടനാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആദ്യം ഇങ്ങനെ സംശയം ഉണ്ടായി. ബിജുചേട്ടൻ അത് ചെയ്ത ഫസ്റ്റ് ഹാഫിൽ ബിജുചേട്ടൻ ഈ സിനിമയിലെ ക്യാരക്ടറിന് ആപ്റ്റാണ്, സെറ്റാണ്. സെക്കൻഡ് ഹാഫിൽ അത് വരുമ്പോ എങ്ങനെയായിരിക്കും പുള്ളിക്ക് അത് ചിലപ്പോ അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ പുള്ളിയോട് സംസാരിച്ച പുള്ളി പഴയ കളരിയാണ്, ഞാനിത് മെയ്വഴക്കത്തിന് വേണ്ടിട്ട് പീറ്റർ ഹീനാണല്ലോ വരാൻ പോണത്, എന്തൊക്കെ പോകുമ്പോട്ടെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പഴയ കളരി ഇതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തെന്ന്. അല്ല, ഞാൻ ഈ ചോദ്യം ചോദിക്കും കാരണം പൊതുവെ സീരിയലിലെ ആ ഒരു മേഖലയിലുള്ളവർക്ക്, മെയിൻ സ്ക്രീനിലുള്ളവർക്ക് ബിഗ് സ്ക്രീനിലോട്ട് അവസരങ്ങൾ ഭയങ്കര കുറവ് വരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേട്ടൻ എങ്ങനെയാണ് അവസരങ്ങൾ ഇങ്ങനെ കിട്ടുന്നത്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അവസരം എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഞാൻ പഠിച്ച സ്കൂൾ മീൻസ് തിയേറ്റർ, കാവലം സാറിന്റെ അവിടെ ഒരു 10-22 വർഷം നിന്നപ്പോ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിന് അസോസിയേറ്റ്സ് ഒക്കെ, പണ്ട് അസോസിയേറ്റ്സ് ആൾക്കാർ ഇപ്പൊ ഡയറക്ടറായി. പിന്നെ കാവലം സാറായിട്ട് ബന്ധമില്ലാത്ത ആരുമില്ലല്ലോ മലയാള സിനിമയില് പാട്ട് എഴുതാനും. എനിക്ക് എല്ലാം അവിടെ വരും, അപ്പൊ എല്ലാവരുമായിട്ടും അറിയാം. അപ്പൊ ഇങ്ങനെ ഇതിലോട്ട് വന്നപ്പോ ഇപ്പം ഉപ്പുമുളക് കണ്ടപ്പോ ഇത് മറ്റേ നമ്മുടെ കാവലിന്റെ സാറിന്റെ അല്ലേ, അല്ലാതെ പറയില്ല. അപ്പോ അങ്ങനെയാണ് എനിക്ക് സിനിമകള് ഇതൊരു സഹായമായി. ഉപ്പുമുളക് വലിയൊരു സഹായമാണ്. കാരണം ഞാൻ ഇത്രയും വർഷം നിന്നിട്ട് ആരും അറിഞ്ഞില്ലല്ലോ തിയേറ്ററിൽ നിന്ന്. ഇത് വളരെ സഹായം ചെയ്തു. അപ്പൊ ഇത് കണ്ടിട്ടുള്ള സിനിമ കൂടിയാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് പീറ്റർ ഹൈനെ പറ്റി പറഞ്ഞായിരുന്നു. ഈ ലാലേട്ടനെ ഫൈറ്റ് പഠിപ്പിക്കുന്നതാണോ എളുപ്പം പുള്ളിക്ക്, അതോ ചേട്ടനെ വിഷ്ണു ചേട്ടനെ പഠിപ്പിക്കുന്നതായിട്ടാണോ എളുപ്പമായിട്ട് തോന്നിയത്? എന്നെ പഠിപ്പിക്കാനായിരിക്കും. ഞാൻ എക്സ്പെർട്ട് ആണ്, കളരി മാസ്റ്റർ അല്ലേ എന്റെ കൂടെ ഉള്ളതെന്നൊക്കെ. അതല്ല, എന്നാ ഈ പറഞ്ഞ 300 പേരുണ്ടായിട്ട് കൂട്ടത്തിൽ കയറി എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ ആ ഫൈറ്റ് സീനൊക്കെ, ഫൈറ്റ് പഠിപ്പിക്കുന്നതൊക്കെ? നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ചാണ് ഞാൻ പറയണത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോസ്ഡ് പരിപാടി, ഒബ്വിയസ്ലി കോമ്പോസിഷൻ ഉണ്ട്. ബട്ട് 300 സ്റ്റുഡൻസ് ഉണ്ട്, ഒരു 40-50ഓളം ഫൈറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള കുറെ ക്യാപ്ചർ ചെയ്യണം. തൊട്ടേക്കൊന്നും പറഞ്ഞ് അഴിച്ചു വിടുകയാണ്. അതെ, നമ്മൾ ഈ സ്ഥിരം ഫൈറ്റുകൾ കാണുമ്പോൾ
ഇപ്പോൾ സെൻട്രൽ ക്യാരക്ടർ അയാളുടെ ഇമോഷനിൽ അയാൾ ഫൈറ്റ് ചെയ്യുന്നതിനായിരിക്കും കൂടുതൽ പെർഫോമൻസ്. ഞാൻ ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പം വേറെ ഇതൊരു 300 സ്റ്റുഡൻസിൻ്റെയാണ്. അപ്പം വേറൊരു സ്റ്റുഡൻസ് ഗ്യാങ്ങിന്റെ ഫൈറ്റ് ചെയ്യുമ്പോഴും വിഷ്ണു അവരപ്പുറത്തുനിന്ന് ചെയ്തേ പറ്റുള്ളൂ. കാരണം പുള്ളിയുടെ ഒരു കമ്പോസിങ് അങ്ങനെയാണ്. നമ്മൾ സിനിമയിൽ സാധാരണ കാണുന്നത് ഇടി തുടങ്ങുമ്പോൾ 40 പേരുണ്ടാവും. ഇടി തീരുന്നിട്ട് ഇങ്ങനെ ശോഷിച്ച് ഫ്രെയിമിലൊക്കെ. ഇത് പുള്ളി കമ്പോസ് ചെയ്തിരിക്കുന്ന ആദ്യാന്ത്യം ആ ഒരു വാർ, സ്റ്റുഡൻസ് വാർ രസമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞു ഇത് മറ്റേ ബാഹുബലി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കേരളത്തിലെ കോതമംഗലത്തെ ഒരു സ്കൂളിൽ നടക്കുന്ന നാടനടി. അതിന്റെ ഒരു കാരണമുണ്ട്. അത് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കാരണമാണ്. അത് സിനിമയിൽ വർക്കായിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളായിട്ടല്ലല്ലോ പറയേണ്ടത്, ടിക്കറ്റ് എടുക്കുന്ന എല്ലാരും പറയാം. അപ്പൊ പീറ്റർ ഹൈന് കുറച്ചും കൂടി എളുപ്പം വിഷ്ണു ചേട്ടനുമായിട്ടുള്ള അടിയായിരുന്നു മനസ്സിലാക്കുന്നു. അടിയൊക്കെ കിട്ടി മുറിഞ്ഞിട്ടൊക്കെ വല്ലതും ഉണ്ടായിരുന്നോ സത്യത്തിൽ? ചേച്ചിക്ക് മാത്രം ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. കൈ ചെറിയൊരു, നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇല്ല. 5 ഫൈറ്റ് ഉണ്ട്. 5 ഫൈറ്റ് ഉണ്ട്. 4 ഫൈറ്റ്, 4 അടി. 4 അടി അല്ലുണ്ട്. 3.5 ഒരെണ്ണം ചെറുത് ഒരു ഹീറോയിനായിട്ടുള്ളൊരു അതാ മറ്റൊരു അടിപൊളി ഞാൻ കണ്ടു. അയ്യോ ഭയങ്കര രസമാണ്. എന്താണ് അത് പറയാ, നായികയുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പാട്ട് നമ്മുടെ ഇത് സോങ് ഇങ്ങനെ പാട്ട് കാണുന്നുണ്ട്. ആ ഫീൽഡ് അതിലുണ്ട്. പാട്ട് കാണുന്ന ഫീൽഡില് സ്റ്റണ്ട് കാണാം. ഈ അടിക്ക് വേണ്ടി പ്രത്യേകം എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തായിരുന്നു? അപ്പൊ മൂവി ഓൾറെഡി പറഞ്ഞു നമ്മൾ തല്ലുണ്ട് എന്ന്. അപ്പൊ അതിനു വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചേട്ടൻ ചെയ്തായിരുന്നോ? കരാട്ട പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 4-5 ദിവസം. ശരിക്കും പറയുന്നതാണോ? മീൻസ് കരാട്ട ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഒരു ബിജു എന്ന് പറഞ്ഞിട്ട് ഒരു കരാട്ട മാസ്റ്റർ ഉണ്ട്. പുള്ളി ഒരു 4-5 ദിവസം കുറച്ച് സ്ട്രെച്ചുകളൊക്കെ കാണിച്ചു തന്ന് അതേപോലെ നമ്മൾ ചെയ്യാനൊക്കെ നോക്കി. പക്ഷേ ഇവിടെ മാസ്റ്റർ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞു നമുക്ക് ഒരു പരിപാടി സ്റ്റൈലൈസ് ആയിട്ടുള്ള ഒരു പരിപാടി ഇല്ല ഇതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാടി വന്ന് നിൽക്കണമെങ്കിൽ പോലും അത് മാസ്റ്ററുടെ അസിസ്റ്റന്റ് ചെയ്ത് കാണിക്കുമ്പോൾ അവൻ നല്ല സ്റ്റൈലായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും പുള്ളി മൈക്ക് എടുത്തിട്ട് എൻ്റെ തലക്കിട്ട് ആദ്യം കിഴുകിയിട്ട് അറിവ് കേട്ടവനെ ഇതെന്താ സൂപ്പർ ഹീറോ പടമാ, ഇപ്പിടിയല്ല വന്നിരിക്കുന്നത്. ഒരു ഫസ്റ്റ് പയ്യൻ ഓടി വന്ന് വീണ എങ്ങനെ വീഴും അതേപോലെ വീഴാൻ പറ്റും. അപ്പൊ ആ സ്റ്റൈലോ പരിപാടികളോ അല്ല, റിയലായിട്ട് സ്കൂളിന്റെ അകത്ത് പിള്ളേര് പെട്ടെന്ന് ഇടിയും വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാഴ്ചയില്ല. എല്ലാം കൂടി ഒരു പുകമറയും പൊടിയും വെള്ളമായിരിക്കും എന്ന് പറഞ്ഞ ഒരു പരിപാടി ലൈവായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. വെറുതെ ഞാൻ കരാട്ട പഠിക്കാൻ പോയിരുന്നു, പക്ഷെ അതുകൊണ്ട് ഭാവി ഉപകാരം ഉണ്ടാവട്ടെ. ഇപ്പം കളറി മാസ്റ്ററിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ടിപ്സ്? ഈ കളറി പഠിച്ചു എന്ന് പറയുന്നത് എന്തിനെന്നറിയാമോ? നമ്മുടെ നാടകത്തില് ഈ ക്ലാസിക് ഇതാണ്, സാൻസ്ക്രിറ്റ് തിയേറ്ററാണ്. അല്ല അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ ഒരു നടന് വേണ്ടുന്ന ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിച്ചിരിക്കും. ആണുങ്ങളാകുമ്പോൾ മെയ് വഴക്കത്തിന് വേണ്ടി കളരി ആണ് നമുക്ക് സൂട്ടാവുന്നത്. അപ്പൊ അത് അല്ല അഭ്യാസമുറയോ അല്ലെങ്കിൽ വാളും കൊട്ടും അതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ തിയേറ്ററിൽ എങ്ങനെയൊക്കെ നിൽക്കുന്നതിന് വേണ്ടി, പിന്നെ ടൈമിങ് റിഥം എല്ലാം കളരിയൊക്കെ നേരെ അങ്ങനെ എടുക്കുമ്പോഴേ നമ്മൾ നല്ല ഒരുമിച്ചെടുക്കുകയല്ലേ ഗ്രൂപ്പ്, അപ്പൊ താളം കറക്റ്റ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, അല്ലാതെ അഭ്യാസി എന്നുള്ള ലെവലിലല്ല. പക്ഷെ അഭ്യാസത്തിന്റെ അകത്തുണ്ട്. അതാണ് അതിന്റെ ഒരു വടക്കൻ കളരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് തന്നെ എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തണം. അത് പറഞ്ഞു തരും. നമ്മുടെ ശരീരത്തിന് വേണ്ടി ഇത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പറ്റുന്നേ. ഓക്കെ ശ്രീതട, നമ്മൾ ടീച്ചറിനകത്ത് കാണുന്നുണ്ട് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഇത് ശരിക്കും ഇതൊരു ട്രൂ സ്റ്റോറി ഇവന്റ് ആണോ? ഇതില് സിനിമയിൽ നടന്നിരിക്കുന്ന പ്രധാന കുറെ എലമെന്റ്സ് എന്റെ ലൈഫിൽ നടന്ന കുറെ ഇൻസ്പയർഡ് ആണ്. പിന്നെ ഇത് ട്രൂ സ്റ്റോറി ആവുന്നത് പീറ്റർ ഹൈൻസ് എന്ന് പറയുന്ന പുള്ളിയുടെ ലൈഫിൽ നടന്ന കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ, അതാണ് സാറ് ഈ സിനിമ ഒന്ന് ചെയ്യാനുണ്ടായ പ്രധാന കാരണം. അല്ലെങ്കിൽ നമുക്ക്
എത്താത്ത ഹൈറ്റിലിരിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ അടുത്ത് ഈ സ്റ്റോറി നരേറ്റ് ചെയ്തപ്പോൾ പുള്ളിയുടെ ലൈഫിലുണ്ടായ കുറെ ഇൻസിഡൻസ് ഇതിലെ നായകന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പുള്ളി അപ്പൊ അതോട്ട് ഭയങ്കരമായിട്ട് ഫസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് തന്നെ അറ്റാച്ച്ഡ് ആയി. അങ്ങനെയാണ് പുള്ളി. അപ്പൊ എന്തെങ്കിലും സജഷൻസ് പുള്ളി പറഞ്ഞിട്ടുണ്ടോ? ഐ മീൻ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് പുള്ളിയുടെയും കൂടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്ന കാര്യത്തില് ഇപ്പം ആസ് എ ഡയറക്ടർ റൈറ്റർ എനിക്കും ആക്ടർ എന്നുള്ള വിഷ്ണുവിനും ഒരുപാട് ടിപ്സ്. നമ്മൾ കൺസീവ് ചെയ്തിരുന്ന ക്യാരക്ടറിനെ ഫൈനൽ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തെടുക്കുന്ന കാര്യത്തില് സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി സ്ക്രിപ്റ്റിലെ ചേഞ്ചിലുപരി കഥാപാത്രത്തിന്റെ നമ്മൾ കൺസീവ് ചെയ്തതും പ്ലാൻ ചെയ്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പുള്ളി അതിന് വേറൊരു ഡയമെൻഷൻ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. പിന്നെ ഇതൊരു ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചന്തു. പുള്ളിക്ക് അതാണ് കണക്ട് ആയത്. ആക്ച്വലി പുള്ളി ആ ട്രോമ ക്യാരി ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് പുള്ളി ഫൈറ്റ് മാസ്റ്റർ ആയി മാറിയത്. അതെ, പുള്ളിനെ ഒരു ഇന്റർവ്യൂവിന് ഇരുത്തിയിട്ട് പറയണം. അപ്പോഴാണ് അതിന്റെ ഒരു ശരി. കാരണം പുള്ളി നമ്മളോട് വളരെ പേഴ്സണലി ഓപ്പൺ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അത് ഉറപ്പായിട്ടും പറയും. സിനിമ തിയേറ്ററിൽ എത്തട്ടെ, ജനങ്ങള് ഇത് എങ്ങനെ എടുക്കുന്നു കാണട്ടെ, എടുക്കും. അത് എത്ര ഉള്ളൂ. യൂണിഫോം ഇട്ട ഒരാള് അല്ലെങ്കിൽ യൂണിഫോം ഇട്ടിട്ട് ആ യൂണിഫോം ക്യാരി ചെയ്യുന്ന ഒരാള് തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഈ യൂണിഫോം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളാണ് യൂണിഫോം ഇട്ട കുട്ടികളുടെ ഒരു സ്റ്റോറി. അതിനുശേഷം ഒരു യൂണിഫോം ഇട്ട സ്റ്റോറി എന്ന് പറയുന്നത് ഈ മൂവിയാണ്. അങ്ങനെ ആവട്ടെ. അല്ല, നമ്മുടെ കൂടെ വേറെ സിനിമകൾ വരുന്നുണ്ട്. എന്നാലും അതിൽ റൊമാൻസ് ആണെങ്കിൽ ഇവിടെ തല്ലും. ഇതില് തല്ല് ആ വാക്ക് നല്ലത്. നമുക്ക് നാടൻ ശൈലി തന്നെ തല്ല്. ഇപ്പൊ നമുക്ക് നോക്കാം, പോസ്റ്ററിൽ നോക്കുവാണെങ്കിൽ ചന്തു ഉണ്ട്, ചന്ദ്രചേട്ടനുണ്ട്, ലേന ചേച്ചി ഉണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് ലേന ചേച്ചിയുടെ വേറൊരു ഗെറ്റപ്പ് തന്നെയാണ് മുട്ടയൊക്കെ അടിച്ചിട്ടുള്ളത്. എന്നാ ആ ഒരു ചന്ദ്രചേട്ടനായിട്ടുള്ള ക്യാരക്ടർ വിഷ്ണുചേട്ടൻ എങ്ങനെയായിരുന്നു? കോമ്പിനേഷൻ ഉണ്ടായിരുന്നോ? വില്ലൻ ക്യാരക്ടർ അല്ലേ? സോ എങ്ങനെ തമിഴ് ക്യാരക്ടറാണ് പ്ലേ ചെയ്തത്. ഓ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ നേരത്തെ അറിയും. ഇപ്പൊ ശ്രീതേട്ടൻ പണ്ട് തുടങ്ങിയ ഫാമിലി പോലെയാണ് നമുക്ക് ഇവരെല്ലാരും. കുഞ്ഞിലെ അറിയാലോ നമ്മള്. സലിമാന് മറ്റേ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയ കറുത്ത ജൂതൻ എന്ന് പറഞ്ഞ സിനിമ, അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഞങ്ങളൊരു ഫാമിലി പോലുള്ള പരിപാടികളുണ്ട് അങ്ങനത്തെ. അപ്പം അവിടെ നിന്ന് അറിയാം ഇവനെ. അപ്പൊ എനിക്കിത് കിട്ടിയൊരു ഫ്രെയിമിങ് എന്ന് പറയുന്നത് വിഷ്ണുവും ചന്തുവും തമ്മിലുള്ളൊരു എല്ലാ കാര്യത്തിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. അവന്റെ ഫിസിക്കും അപ്പൊ നായകനും വില്ലനും സാധാരണ നമ്മള് ഈക്വലിക്കൽ ആൾക്കാരാണല്ലോ പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇതിലൊരു വിൽ പവറിന്റെയും ഒരു ഈഗോന്റെ ഒക്കെ ഒരു ഭയങ്കര അല്ല, അത് പറഞ്ഞപ്പം വിഷ്ണു ചേട്ടനെ ആര് തല്ലുന്നുണ്ടെങ്കിൽ നമുക്കൊരു സങ്കടം വരും. പ്രത്യേകിച്ച് കട്ടപ്പനയിൽ ഹൃത്തിക് റോഷനകത്തൊക്കെ കാണുമ്പോഴും നമുക്ക് ആ ഒരു ഇമോഷണലി ടച്ച് ആവുന്നുണ്ട്. ആ ഇമോഷൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ. അങ്ങനെ തന്നെയാണ് നായകനെ വില്ലനെ നമുക്ക് തല്ലി. അതായിരിക്കും കയ്യിലിരിപ്പ് ഇത്തിരി മോശമാ. സിനിമയിലോ റിയൽ ലൈഫിലോ? സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കൂടാ. അല്ല, ഇതില് എന്താ പറയാ, ഇപ്പൊ വിഷ്ണു ആദ്യം പറഞ്ഞ പോലെ ഇടിയൻ ചന്തുവിന് ഇടി മേടിക്കണ ചന്തുവും കൂടി ഉണ്ട്. 2 ലെയറും ഉണ്ട്. അല്ലാണ്ട് എല്ലാത്തിലും കയറി ഇടി ഉണ്ടാക്കി അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഏതെങ്കിലും പ്രൊഡ്യൂസറിനെ ഡയറക്ടറിനെ ഇടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല രസമല്ലേ ആർക്ക്? പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരൊക്കെ നമ്മളൊക്കെ തന്നെയുണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കണം. തോന്നിയിട്ടുണ്ടോ ചെറുതായിട്ടെങ്കിലും ഒരു ഇടി കൊടുക്കാൻ? ഇടിക്കണമെന്ന് അങ്ങനെ ഈ തൊട്ടടുത്തിരിക്കുന്ന ഡയറക്ടറിനെ എപ്പോഴെങ്കിലും സിനിമയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇടിക്കണമെന്ന്? വന്നാലോ എന്നൊക്കെ ഈ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് സാർ. അന്ത മൈക്ക് എടുത്ത് എന്താ ഡയറക്ടറുടെ മണ്ടയിൽ കൊട്ടുകൊട്ട് സാറിന് എന്ത് ഞാൻ ഓഫർ ചെയ്യാം. കാരണം പടത്തിലേ അല്ലാണ്ട് ഞങ്ങൾ 300 പിള്ളേര് അവിടെ കിടന്ന് ചെയ്യുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ. മക്കളെടാ, ആദ്യത്തെ ദിവസം വന്നപ്പോ
എന്തോ ഒരു 100-300 സുന്ദരികളും സുന്ദരന്മാരും ലൊക്കേഷനിലൂടെ പാറിപ്പറന്ന് നടക്കുന്നു. ലാസ്റ്റ് പാക്കപ്പ് ഡേ ഇവരൊക്കെ ഒന്ന് ഷെയ്ക്കാൻ വരുമ്പോ ലിറ്ററലി നമുക്ക് കരച്ചിലുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പാടിക്കരിഞ്ഞ് അവരെയും കൂടെ വെലുത്തിട്ടങ്ങ് അല്ല, അവരുടെ ഒരു വലിയ പ്രാർത്ഥന ഉണ്ടാവും ഈ സിനിമയിൽ. കാരണം അവരങ്ങനെ ആസ്വദിച്ചിട്ടുണ്ട് ഈ സിനിമ. അവരുടെ ഒരു വെക്കേഷൻ ടൈം, ഒരു ഡിസംബർ വെക്കേഷൻ ടൈം അവർക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ നമ്മൾ അഭിനയിച്ച ഇപ്പം നമ്മളെ കുറേ സുഹൃത്തുക്കൾ ഈ അതിൽ നെഗറ്റീവ് ക്യാരക്ടർ 10-40 ഗുണ്ടകൾ വരുന്നു. ആ ക്യാരക്ടറുകളിലൊക്കെ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ നാട്ടിലൊക്കെ ചെറിയ തല്ലുംപിടിയൊക്കെ കാണിച്ച് നടക്കുന്നത് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ വിളിച്ച് വാ, അവന്മാർക്ക് മുഖത്തൊക്കെ കറക്റ്റ് എക്സ്പ്രഷനൊക്കെ വരുമല്ലോ, നമ്മൾ വിളിച്ച് അഭിനയിപ്പിച്ചായിരുന്നു. 2-ാം ദിവസം 3-ാം ദിവസമോ അവരൊന്ന് അറിയാ ഇനി ഞാൻ ജമ്മത്തടി ഉണ്ടാക്കൂല. എന്താടാ ഷട്ടൊക്കെ പോയി ഫുള്ള് ഫില്ലേ നല്ല ടൈമിംഗ് ഉള്ള അടിച്ച് എടാ ഇത് ഭയങ്കര പരിപാടി. അങ്ങനെ കുറച്ച് പേര് നന്നായിട്ടുണ്ട് ഈ സിനിമ കൊണ്ട്. ഗുണ്ടകളായിട്ട് അഭിനയിക്കണമെന്ന് ഒറിജിനൽ ഗുണ്ടകൾ വരെ അഭിനയിക്കണമെന്നുണ്ട്. അപ്പൊ ആ ചേട്ടനൊക്കെ ഫസ്റ്റ് ദിവസം വന്നിട്ട് പുതിയതായിട്ട് അഭിനയിക്കണമെന്നൊക്കെ സാധാരണക്കാരായ ആൾക്കാരും ഉണ്ടല്ലോ, അവരൊക്കെ ബാക്കിലൊക്കെ ഇറങ്ങിയാൽ ഒറിജിനൽ ഗുണ്ടകളല്ലോ, പുള്ളി നെഞ്ചും പിരിച്ച് ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ മാറിക്കൊടുത്താ എന്നെങ്കിൽ ആയിക്കോട്ടെ നിർത്തി, കാരണം ഇയാൾ ഒറിജിനൽ ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു. മാസ്റ്റർ വന്ന് പിള്ളേരെ കൊണ്ട് ബാറ്റിൽ അടിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഫ്രണ്ടിൽ ഒറിജിനൽ ഗുണ്ട മാവിന്റെ പുറകിൽ ചേട്ടനെ വിളിക്കണ്. അല്ല ഇതൊക്കെ എന്തറിയോ, ഫൈറ്റിന്റെ ഈ പരിപാടി ചെയ്യണ സമയത്തേ ഉള്ളൂ ഇത് ടെൻഷനും പ്രശ്നം. അതിന്റെ അപ്പുറത്ത് നോക്കുവാണെങ്കിലുണ്ടല്ല നമുക്ക് ഇങ്ങനെ പിള്ളേരൊക്കെ ഇവര് ഞാൻ ഈ ഗോപ്രോ ക്യാമറയൊക്കെ ഇടക്ക് ഫിക്സ് ചെയ്യാനൊക്കെ പോകും. അപ്പൊ ഡിസ്കഷനാ, മഞ്ഞ ഷർട്ട് ചേട്ടന് കൊടുത്തു മതി, ഇനി നമുക്ക് നീല ഷർട്ട് ഇവര് പറഞ്ഞിട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 300 പേരിന്ന് അടിക്കൂലേ. ഞാൻ നോക്കുമ്പോ വൈറ്റ് ഷോട്ടിലേക്ക് പെട്ടെന്ന് ഒരുത്തിന് ഓടിപ്പോയിട്ട് ആ കൂട്ടത്തിൽ 2 ലക്ഷം ഓടി ഇവിടെ വരും. ഒത്തിരി ടേക്ക് പോയില്ല ലാസ്റ്റ് ദിവസമൊക്കെ. അല്ല നമ്മള് വേറൊരു കാര്യം കൂടെ നോക്കണേ, നമ്മളെ വിശ്വസിച്ച് മാതാപിതാക്കൾ വിട്ടേക്കാണ്. അവർക്ക് ഒരു പരിക്ക് വരാണ്ട് നോക്കാന്നുള്ളത് ഭയങ്കര ടാസ്കല്ലേ. ഈ തല്ലോ എപ്പോഴെങ്കിലും ചേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നു അഭി ചേട്ടന്? പിന്നെ അമ്മാവന് പിള്ളേരുടെ അടുത്ത് തല്ല് ചന്തുമായിട്ട് കോമ്പിനേഷൻ സീൻ ചേട്ടനുണ്ടോ? ബി ചേട്ടനുണ്ടോ? പിന്നെ ചന്തുനെ ഒരുപാട് കിട്ടി. ഇതില് സാധാരണ സിനിമയിൽ എന്ന് പറയുന്നത് സേഫ്റ്റി ഉണ്ട്. സാധാരണ സിനിമയിൽ എന്ന് പറയുന്നത് അങ്ങനെ ആർട്ടിസ്റ്റിന്റെ മേത്തേക്ക് വരുന്ന ഇതൊക്കെ മിക്കവാറും ബോഡി ഡബിൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിലതില്ല. ഇതില് രാവിലെ പുള്ളി വന്നിട്ട് അങ്ങ് ഇൻസ്പിറേഷനും കൊടുക്കും. പിന്നെ നമ്മളങ്ങ് തീരുമാനിക്കും ബോഡി ഡബിൾ ഒന്നും വേണ്ട, നമ്മളിത് ചെയ്യുന്നതൊക്കെ തീരുമാനിക്കും. പിന്നെ നിന്ന് വാങ്ങുവാ എടുത്തു പൊക്കാൻ പറയുന്നു. ഓക്കെ പൊക്കാം, ഒക്കെ എടുത്താലും അവൻ അത്ര 90 കിലോ 92 കിലോ ഉണ്ട്. പിന്നെ പറഞ്ഞേ സാധാരണ ഓടിന്റെ മുകളിൽ നിന്ന് ചാടണമെന്ന് പറയുന്നത്. പിന്നെ ചാട്ടൊക്കെ കൊണ്ട് വിഷ്ണു ശരിക്കും ഇത് എന്തെന്നറിയോ, ഇത് നമുക്ക് കിട്ടുന്ന ഇപ്പൊ രാവിലെ വന്നിട്ട് ഒരാള് ഇപ്പൊ നല്ലൊരു സുഹൃത്ത് ഒരു 10 ദിവസം നമുക്കൊരു പരിപാടി മോഷ്ടിക്കണോട്ടോ എന്ന് പറഞ്ഞാൽ 10-ാം ദിവസം നമ്മൾ അതിലേക്ക് വില്ലിങ് ആവും. എന്നാ പിന്നെ ഒന്ന് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ പുള്ളി വന്നിട്ട് അതങ്ങനെ ചെയ്യണം അതിങ്ങനെ ചെയ്യണം. പുള്ളിയുടെ ഒരു ക്ലാസ് ഉണ്ട്, ഭയങ്കര എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ദൈവം ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സീനി കയറി അടിച്ചാലോ. കാരണം വെച്ചാൽ നമ്മളും ഇങ്ങനെ മോട്ടിവേറ്റ് ആയി പോകും. അതുപോലെ ഇമോഷൻ ക്യാപ്ചർ ചെയ്യുന്ന കാര്യത്തില് ഇപ്പൊ ഞാനൊരു വീഡിയോ പുറത്ത് വിടും റിലീസിന് മുമ്പ്. ഇതൊരു വിഷ്ണുവിന്റെ ബാല്യം ചെയ്തൊരു പയ്യനുണ്ട്. ആ പയ്യനെ കൊണ്ട് പുള്ളി ഇമോഷൻ ചെയ്യിക്കാനായിട്ട് എടുക്കുന്ന ഈ എഫർട്ട് സത്യം പറഞ്ഞാൽ പുള്ളി ആ പയ്യന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നത്. പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് ഷൂട്ടിംഗ് സമയത്ത്. ഇപ്പൊ ബിജു ചേട്ടൻ്റെ ഒരു ഇതാണ് കമ്പോസ് ചെയ്യുന്നെങ്കിൽ പുള്ളി ബിജു ചേട്ടനായി മാറും. എന്നിട്ടാണ് പുള്ളി ആ ആംഗിളിൽ നിന്നിട്ടാണ് പുള്ളി കമ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൂടുതലുള്ള ഫൈറ്റേഴ്സിനൊക്കെ എപ്പോഴും ചീത്ത വിളിക്കുന്നത്. ഇപ്പൊ വിഷ്ണുവിന്റെ ചന്തുവിന്റെ ആംഗിളിൽ നിന്നിട്ടാണ് പുള്ളി ആ സീക്വൻസിനെ കമ്പോസ് ചെയ്യുന്നത്.
അപ്പോൾ എന്ത് എലമെന്റ്സ് വന്നാലും പുള്ളിക്ക് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും. പുള്ളി ഭയങ്കര റിഫ്ലക്ഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ റിയൽ ലൈഫിലുള്ള ഒരു എലമെന്റ് പുള്ളി വളരെ മനോഹരമായിട്ട് ഈ പടത്തിൽ വിഷ്ണുവില് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ഭയങ്കര രസമാണ്. ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിനെ തന്നെ മാറ്റിയ ഒരു ഏരിയ അതാണ്. പുള്ളി അത് ഭയങ്കര രസമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്ത് തന്നു, പുള്ളി ഔട്ടും തന്നു. അതിലൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയാ. എന്തുകൊണ്ട് പീറ്റർ ഹെയിൻ വന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ സാർ. ഇപ്പം സാധാരണ ഇപ്പം പറഞ്ഞ ആൾക്കാർ ഇതിനെ ബാഹുലിയാക്കും എനിക്ക് തോന്നുന്നു. ആ പരിപാടിയല്ല ഇതില്. ഇങ്ങനത്തെ കുറെ നല്ല എലമെന്റ്സ് നമ്മുടെ പടത്തിൽ. ചന്തു അല്ലാതെ ഇനി നെക്സ്റ്റ് അപ്കമിങ് പ്രോജക്റ്റ് വിഷ്ണു ചേട്ടന്റെ എന്തൊക്കെയാ? എനിക്ക് അടുത്ത മാസം താനാര എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ട്. അത് നമ്മുടെ ഹരിദാസ് സാറിന്റെ സിനിമയാണ്. റാഫി സാറിന്റെ സ്ക്രിപ്റ്റ്. ഷൈൻ ചേട്ടനും അജു ചേട്ടനൊക്കെ ഉണ്ട്. ചിന്നു ചാന്ദിനി ഉണ്ട്, ദീപ്തി സതി ഉണ്ട്, സ്നേഹ ബാബു, ഇവരൊക്കെയുള്ള സിനിമയാണ്. അതാണ് അടുത്ത മാസം ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണത്തെ തുടക്കാതെ ഷാദിക്കയുടെ ഒരു പടം, പിന്നെ കുറച്ച് പടം ധ്യാനം കൂടെ രണ്ട് പടം 3 പടം ഉണ്ടല്ലേ. പെട്ടെന്ന് ധ്യാൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ ഉണ്ടായ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് പറയാൻ പറ്റുമോ? ഒരുപാടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഇതിലിപ്പോ ഓർക്കാൻ നിങ്ങളെ തല്ല്, വിഷ്ണു ചേട്ടനുമായിട്ടുള്ള തല്ലിനെ പറ്റി ഓർക്കാൻ പറ്റുമെങ്കിൽ ധ്യാൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ ഉണ്ടായ പെട്ടെന്ന് അല്ല എപ്പോഴും കുറെ തമാശകൾ പറയും. ഇപ്പൊ ഒരു പടത്തില് മൂന്നിലുണ്ണി അസോസിയേറ്റ്സ് ചെയ്യാൻ പോയപ്പോ അങ്ങനെ വിനീത് പറഞ്ഞു, ചേട്ടാ ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, ചേട്ടന് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും, ഓട്ടമായിരിക്കും ചേട്ടാ, ഓട്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ദുബായിലൊരു പടം ചെയ്യാൻ വേണ്ടി ഞാനൊക്കെ പോയപ്പോൾ ഞമ്മടെ ചേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ കറക്റ്റ് ആയിരിക്കും, കടം വാങ്ങിച്ചിട്ട് മുടിഞ്ഞ് ഓട്ടമായിരിക്കും. അതുകൊണ്ട് കടമൊക്കെ വാങ്ങിച്ച് പടമൊന്നും ഇല്ലാതെ ഓട്ടമായിരിക്കും. ചാൻസിനെ കണ്ട് ഓടി കടം വാങ്ങിച്ച് പുള്ളി പറഞ്ഞ കറക്റ്റ് ആണെന്ന്. അങ്ങനത്തെ ഒത്തിരി തമാശകളുണ്ട് പുള്ളിയുടെ. പെട്ടെന്ന് തന്നൊരു അറിയാലോ ആ സ്വഭാവം. തിയേറ്ററിൽ വരുവാണ്. സോ ഫൈനലി നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് മൂന്നുപേർക്കും പറയാനുള്ളത്? എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അത് തന്നെയാണ്, എല്ലാവരും കാണുക. സ്റ്റുഡൻസിന്റെ ഇടി പ്ലസ് ടു ഇടി അറിയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ളൂ. അതെ ഇത് +2 പിള്ളേര് ഈ സിനിമ കാണുമ്പോ കണക്ട് ആവുന്ന കുറെ പരിപാടിയുണ്ട് ഇതില്. നമ്മളുടെ ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കുറെ രസകരമായ ഇൻസിഡൻസിന്റെ ഒരു വെർഷൻ നമ്മൾ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററാണ് ബെറ്റർ ഓപ്ഷൻ. ഇത് നാളെ എന്താ പറയാ OTT-ലോ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ അറിയോ, ഈ സിനിമ കാണേണ്ടത് ഒരു 10-20 പേര് കൂടിയിരുന്നിട്ട് കാണേണ്ടത്. അത് അപ്പോഴാണ് കൂട്ടത്തിൽ ഒരു ഇടിയനെ നമുക്ക് കളിയാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഉള്ള മെർക്കുറി എന്ന് പറയുന്ന നമ്മൾ ഇടപ്പേരിട്ട് വിളിക്കുന്ന ഒരു ടീച്ചറെ കളിയാക്കാൻ പറ്റുള്ളൂ. ഒരു ജിറാഫ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സാറിനെ ഇവരൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ കുറെ എലമെന്റ്സ് നമ്മൾ ഇതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ സ്പോർട്സ് മീറ്റ്, ഇതൊരു സ്പോർട്സ് സ്കൂളിൽ നടക്കുന്ന കഥയാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് എഫർട്ട് എടുത്തിട്ടൊരു സ്പോർട്സ് മീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരിച്ച് ഈ ഘട്ടത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിൽ ഒരു സ്പോർട്സ് മീറ്റിന്റെ ഒരു പൂർണ്ണ രൂപം കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഉള്ള കാസ്റ്റ് ഇപ്പം IM വിജയൻ സാറ് വിജയേട്ടനായിട്ട് തന്നെയാണ് സിനിമയിലുള്ളത്, നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ് സാറായിട്ട്. പിന്നെ ഇവരുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പോകുന്ന മുഖങ്ങൾ പോലെ തന്നെ ലാലു അലക്സ് ആണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രമേഷ് പിഷാരടി ഉണ്ട്, സലീമേട്ടനുണ്ട്. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മളോട് ഈ സിനിമയിൽ സഹകരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ തിരക്കും മാറ്റി വെച്ച് വിജയേട്ടനൊക്കെ 100 ഓട്ടങ്ങളിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി വന്ന് ഇതിൽ ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കുറച്ച് പേരായിട്ട് വന്ന് കണ്ടാൽ നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ. അതെ, പല കഥാപാത്രങ്ങളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവരതാണല്ലോ ഇവരിതാണല്ലോ. പിന്നെ ഫുക്രു, നമ്മുടെ സൂരജ്, കാർത്തിക്. എനിക്ക് തോന്നുന്നു കാർത്തികിന്റെ ഫസ്റ്റ് പടം അല്ലേ നമ്മുടെ കാർത്തികിന്റെ ഫസ്റ്റ് പടമാണ്. കാർത്തികിന് ഓൺലൈനർക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ അങ്ങനെ കുറെ
കാസ്റ്റ് ഉണ്ട് ഇതില്. പിന്നെ നമ്മുടെ ജയശ്രീ, പിന്നെ നമ്മുടെ വിദ്യ, സ്മിനി ചേച്ചി പിന്നെ കോമ്പിനേഷൻ അതെ പറയേണ്ടത്. ആ ഏരിയ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് തകർത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ഫേസും ഉണ്ട്, നമ്മുടെ സിനിമയിലൂടെ ലിഫ്റ്റ് ചെയ്തേക്കുന്ന ഒരു ആംഗിൾ ഓഫ് ഫേസും ഉണ്ട്. പിന്നെ ഇതില് ജോണിച്ചേട്ടൻ, ജോണിച്ചേട്ടൻ ത്രൂ ഔട്ട് ഗോപികൃഷ്ണൻ, അതന്നെ ജോണിച്ചേട്ടൻ്റെ മോനായിട്ട് ഗോപികൃഷ്ണൻ. ഒരു പക്ഷേ തിരികെ എന്ന് പറയുന്ന ഒരു സിനിമ യിലാണ് ഗോപികൃഷ്ണൻ ഇതിനു മുമ്പ് അഭിനയിച്ചേക്കുന്നത്. അപ്പം ഗോപികൃഷ്ണൻ എൻ്റെ ഒരു നല്ല കഥാപാത്രമുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ, മ്യൂസിക് വലിയൊരു ക്രൂ പ്ലസ് നല്ല നാടൻ തല്ലി ഈ മാസം കാണാന്ന് അല്ലേ. പിന്നെ കുറച്ച് നല്ല ഇമോഷൻസ് എല്ലാം കുറച്ച് എനിവേ തിയേറ്ററിൽ വരുമ്പോ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ പോലെ നല്ല അടിപൊളി നാടൻ തല്ലോട് കൂടി എല്ലാരും അത് സ്വീകരിക്കട്ടെ. പ്രഷർ എല്ലാരും സ്വീകരിക്കട്ടെ. തിയേറ്ററിൽ ഫ്രണ്ട്സ് ആയിട്ട് കൂടുതൽ ഒന്ന് കാണട്ടെ. അതെ, ഫ്രണ്ട്സ് ആയിട്ട് കൂടുതൽ ഒന്ന് കണ്ടിട്ട് റിവ്യൂ തട്ടെ, നല്ല റിവ്യൂ തട്ടെ. എന്നിട്ട് വേണം സെക്കൻഡ് പാർട്ടി ഞങ്ങൾക്ക് തുടങ്ങാനൊന്നും. ഉറപ്പായിട്ടും പറയണം. അല്ല, റിവ്യൂ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പറയുന്നതിൽ സന്തോഷമുള്ളൂ. നമ്മളിപ്പോൾ ഫസ്റ്റ് റിവ്യൂ നമ്മൾ കണ്ടു, ടീസർ ഇറങ്ങിയപ്പോൾ അതിന്റെ റിവ്യൂ കണ്ടിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയ ബാക്ക്. ഇനിയിപ്പോൾ അടുത്ത കണ്ടന്റുകൾ വരുമ്പോൾ ഇനിയിപ്പോൾ അല്ലേ ഡബ്സിയുടെ പാട്ട് ഇറങ്ങാനുണ്ട്. ഡബ്സി വന്ന് ദീപക് ഏട്ടൻ്റെ മ്യൂസിക്കിൽ ഡബ്സി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതേ എക്സൈറ്റ്മെന്റ്സ് ഞങ്ങൾക്കും ഉണ്ട്. ആ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞങ്ങൾ ഈ മാസം തിയേറ്ററിൽ പോകുന്നത്. വലിയൊരു സക്സസ് ആവട്ടെ, നാടൻ തല അടിപൊളി ആവട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആശംസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.